ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സാധാരണയായി നമ്മൾ ഓരോ അധ്യായവും ഭാഗവതത്തിലെ ശ്ലോകങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ അർത്ഥം ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ അതിനു മുൻപായിട്ട് സാധാരണ നമ്മൾ ആ അധ്യായത്തിൻ്റെ കഥാസാരം പറയുക എന്നൊരു ഇതുകൂടി ചെയ്യാറുണ്ട്. കാരണം ഓരോ അധ്യായത്തിലും എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഓരോരോ ശ്ലോകത്തിലൂടെ എങ്ങനെയാണ് വ്യാസഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു അനുഭവതലം നമുക്ക് ഉണ്ടാവും. ഇവിടെ ഈ ഭാഗവത മഹാത്മ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യത്തെ അധ്യായം കുറച്ച് അധികം ശ്ലോകങ്ങളായി, പക്ഷേ കഥാസാരം പറയാൻ വിട്ടുപോയിരുന്നു, ക്ഷമിക്കണം. ഇന്ന് നമുക്ക് ആ കഥാസാരത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്ന ആദ്യത്തെ 6 അധ്യായങ്ങളിലെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിലൂടെ ഇവിടെ ശ്രീ ശൗനക മഹർഷിയും സൂതനും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ്. പക്ഷേ അതിനുള്ളിലൂടെ കഥയ്ക്കുള്ളിലെ കഥ പോലെ ഇവിടെ ഭക്തിനാരദ സംവാദവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുടക്കത്തിൽ തന്നെ വ്യാസഭഗവാന്റെ ഒരു വന്ദനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്ക് ആദികാരണനും സച്ചിദാനന്ദമൂർത്തിയും അതേപോലെ തന്നെ ആത്മികം, ഭൗതികം, ദൈവികം എന്നിങ്ങനെ ഈ താപത്രയങ്ങളുടെയൊക്കെ ധ്വംസകനുമായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ വണങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ വ്യാസഭഗവാൻ തുടങ്ങുന്നത് തന്നെ. ഇവിടെ അങ്ങനെ പറയാൻ കാരണം വ്യാസഭഗവാനോടൊപ്പം നമ്മളുമൊക്കെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങിയിട്ട് വേണം ഈ ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആ ശ്രീഹരി ഭഗവാനെ നമസ്കരിക്കലാണ്. അതിനുശേഷം പിന്നീട് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷിയാണ് വണങ്ങുന്നത്. ഇവിടെ ശ്രീശുക മഹർഷിയെ വണങ്ങാൻ തന്നെ കാരണം ഈ ശ്രീശുക മഹർഷി നിഷ്കർമ്മിയായി ജീവിച്ച ഒരു പുണ്യാത്മാവായിരുന്നു. അദ്ദേഹം നിഷ്കർമ്മിയായിട്ട് തനിയെ വനത്തിലേക്ക് പ്രവേശിച്ച് ആജന്മ മുക്തനായിട്ട് മാറിയത് ആളാണ് ഈ ശ്രീശുക മഹർഷി. അങ്ങനെയുള്ള തൻ്റെ പുത്രനായ ശ്രീശുക മഹർഷിയാണ് വ്യാസഭഗവാൻ പിന്നീട് വണങ്ങുന്നത്. അവിടെ പറയുന്നുണ്ട്, അല്ലയോ വിരഹാതുരനായിട്ടാണ് പറയുന്നത്, അല്ലയോ പുത്ര എന്ന് ഉറക്കെ വിളിച്ചു എന്നാണ്. തനിക്ക് ആകെക്കൂടിയുള്ളത് തൻ്റെ ഈ പുത്രൻ മാത്രമാണ്. ആ പുത്രനെ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അഥവാ ഒന്നിനോടും സംഘമില്ലാത്ത രീതിയിൽ പൂർണ്ണമായും നിസ്സംഗഭാവത്തോടു കൂടി നടന്നകന്നു പോകുന്ന ആ പുത്രനെ നോക്കി അല്ലയോ പുത്ര എന്ന് വ്യാസഭഗവാൻ ഉറക്കെ വിളിക്കുമ്പോൾ പക്ഷെ അതിനുള്ള പ്രതിധ്വനി കേൾക്കുന്നത് അവിടെ നിന്നിരുന്ന സർവവൃക്ഷങ്ങളിൽ നിന്നു വരെയായിരുന്നു എന്ന് പറയുമ്പോൾ ആ സർവഭൂത ഹൃദയനായിട്ടുള്ള മുനിയെ പുത്രനായിട്ടും പുത്രനതീതമായി ആ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായി വർത്തിക്കുന്ന ആത്മചൈതന്യ ഭാവത്തിൽ കണ്ടുകൊണ്ട് ഞാൻ വണങ്ങുന്നു. അതിനുശേഷം ഈ നൈമിഷാരണ്യത്തിൽ അവിടെ വെച്ചിട്ടാണ് ഈ സൂത ശൗനക സംവാദം നടക്കുന്നത്. അവിടെ വെച്ച് ഈ നൈമിഷാരണ്യത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ മരുവുന്ന ആ ബുദ്ധിമാനായിട്ടുള്ള സൂതനെ കഥകൾ ആസ്വദിക്കുന്നതിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള ശ്രീ ശൗനക മഹർഷി നമസ്കരിക്കുന്നു.
അതിനുശേഷമാണ് ഈ സൂത ശൗനക സംവാദം തുടങ്ങുന്നത്. ആ സൂതനോടായിക്കൊണ്ട് സൂതനെ വണങ്ങിയിട്ട് ശ്രീ ശൗനക മഹർഷി പറയുകയാണ്, അല്ലയോ സൂത, അവിടെ സൂതനെ വിശേഷിപ്പിക്കുന്ന കുറച്ച് വളരെ ഭംഗിയുള്ള കുറേ വാക്കുകൾ കൂടിയുണ്ട്. പറയുന്ന, അജ്ഞാനതിമിരം നീക്കുന്ന സൂര്യകോടി സമപ്രഭനായ അല്ലയോ സൂത, അങ്ങ് ഈ കർണപീയൂഷമായിട്ടുള്ള കഥാസാരത്തെ എനിക്ക് പറഞ്ഞു തന്നാലും, തന്നെയല്ല വൈഷ്ണവരൊക്കെ ഈ ഭക്തി, വൈരാഗ്യം, തത്വബോധം ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി എനിക്കറിയണം. പിന്നെയോ ഈ മായാമോഹത്തെയൊക്കെ നിരസിച്ചുകൊണ്ട് ഇതിനെ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയണം. കാരണം ഈ സംസാരസാഗരത്തിൽ മായാമോഹം അഥവാ മായയുടെ പിടിയിലാണ്, ആ മായയാകുന്ന ചുഴിയിൽ പെട്ടുഴലുകയാണ് എല്ലാ ജീവികളും. അങ്ങനെയുള്ളിടത്ത് ഇതിനെയൊക്കെ നിരസിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ഈ ഭൂമിയിൽ കലികാലം അണഞ്ഞപ്പോൾ ജീവികൾക്കൊക്കെ ആസുരത്വം അനുഭവിച്ചു. അങ്ങനെ ക്ലേശത്താൽ ആക്രമിക്കപ്പെട്ടവർക്ക് ആത്മശുദ്ധി നേടാൻ എന്താണ് വഴി? പിന്നെയുള്ളത്, ശുഭത്തിൽ വെച്ച് ഏറ്റവും ശുഭമായിട്ടുള്ളത് ഏതാണ്? പാവനത്തിൽ പാവനമായിട്ടുള്ളത് ഏതാണ്? പിന്നൊന്ന് ചോദിച്ചത്, ഇത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുവാൻ നിത്യമായ മാർഗമേതാണ്? അതും കൂടി പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. കാരണം ഇവിടെ ഈ ലോകത്തിലുള്ള സുഖങ്ങളെല്ലാം ചിന്താമണിയാണ് നൽകുന്നത്. ചിന്താമണി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്ന ഒക്കെ ചോദിച്ചാൽ ഭൗതികമായ സുഖങ്ങളെ നൽകുന്നതാണ് ചിന്താമണി. ഈ സ്വർഗത്തിലുള്ള സുഖങ്ങളെ ആകട്ടെ ഇന്ദ്രൻ നൽകുന്നുമുണ്ട്. പക്ഷേ ഈ യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള വൈകുണ്ഠത്തെ അതിനെ നൽകാൻ, അതിനെ കാണിച്ചു തരാൻ, അതിലേക്കുള്ള പാത തെളിക്കുവാൻ സംപ്രീതനായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇവിടെ ആ ഗുരുസ്ഥാനീയനായി സൂതനെ കണ്ടുകൊണ്ടാണ് ശ്രീ ശൗനക മഹർഷി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി എന്നോണം ഇവിടെ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ശൗനക മഹർഷിയെ, ഈ സംസാരഭയത്തെയൊക്കെ അകറ്റുന്ന സർവസിദ്ധാന്ത സാരമായിട്ടുള്ള ഈ ഒരു സത്യത്തെ, തത്വത്തെ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് ഉതകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രീതിക്ക് ഉതകുന്ന ആ ഒരു ഭക്തിപ്രവാഹത്തെ വളർത്താൻ ഉതകുന്ന മാർഗവും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങ് എല്ലാം ശ്രദ്ധിച്ച് സാവധാനം കേട്ടുകൊള്ളുക. ഈ കലികാലത്ത് കാലസർപ്പത്തിൻ്റെ വായിൽ പെട്ടിരിക്കുകയാണ് ഈ ലോകമൊക്കെ. അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശ്രീശുക മഹർഷി പണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ഈ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. കാരണം മനഃശുദ്ധിക്കായിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ മറ്റൊന്നില്ല. എന്നാൽ ഇതെല്ലാവർക്കും കിട്ടുമോ? അതുമില്ല. കാരണം മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലാതെ ഈ ശ്രീമദ് ഭാഗവതം അത് കേൾക്കാനോ പറയാനോ ആ ഗ്രന്ഥത്തെ ഒന്ന് സ്പർശിക്കാനോ നമുക്ക് ഭാഗ്യം സിദ്ധിക്കുകയില്ല. ഈ ശ്രീശുക മഹർഷി അപ്പോൾ ഈ ഒരു തത്വത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോട് ചേർത്തൊരു കഥയും കൂടി പറയുകയാണ്. ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് ഈ ഭാഗവത കഥ പറയാൻ ഒരുങ്ങുമ്പോൾ ആ സദസ്സിൽ അന്ന് ദേവന്മാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അമൃതകുംഭവുമായിട്ട് വന്നു ചേരും. ഇവിടെ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന് മരണഭയമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ മരണത്തെ മറികടക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവന്മാർ തങ്ങളുടെ കയ്യിലുള്ള അമൃതകുംഭമായിട്ട് വരുന്നത്. പക്ഷെ അവിടെയും വ്യാസഭഗവാൻ വളരെ തന്ത്രപൂർവം ഒരു വാക്കുപയോഗിച്ചു.
സ്വാർത്ഥന്മാരായ ദേവകൾ എന്ന്. കാരണം ഇവിടെ വന്ന് ഈ അമൃതകുംഭം നീട്ടിയിട്ട് ശ്രീശുക മഹർഷിയോട് പറഞ്ഞത് ഈ പീയൂഷകുംഭം അങ്ങ് സ്വീകരിച്ചിട്ട് ആ ഭാഗവത കഥാമൃതത്തെ ഞങ്ങൾക്ക് നൽകിയാലും എന്നാണ്. കാരണം പരീക്ഷിത്ത് മഹാരാജാവ് ഈ അമൃതം പാനം ചെയ്തു കഴിഞ്ഞാൽ ആ മരണഭയത്തെ മറികടക്കാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ പരീക്ഷിത്ത് മഹാരാജാവിന് കഴിയും. അപ്പോൾ മരണത്തെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഇത് കേട്ടെങ്കിലും ആ ശ്രീശുക മഹർഷി ഒന്ന് ചിരിച്ചുകൊണ്ട് ഈ ഭാഗവത കഥാമൃതം ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞ ദേവന്മാരോട് പറഞ്ഞത് സുധ എവിടെ, കഥ എവിടെ എന്നാണ്. നിങ്ങൾ കൊണ്ടുവന്ന അമൃതം എവിടെ, ഈ ഭാഗവത കഥാമൃതം എവിടെ? അതിനൊരു നല്ലൊരു ഉപമ കൂടി അവിടെ പറയുന്നുണ്ട്. രത്നം എവിടെ, കാക്കപ്പൻ എവിടെ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. കാരണം ഈ ദേവന്മാർക്ക് ഈ ഒരു ഭാഗവത കഥാമൃതം കൊടുക്കാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. അവർക്കതിന് വേണ്ട ഭക്തി ഇല്ലാത്തവരാണ് ഈ ദേവന്മാർ. അതുകൊണ്ട് തന്നെ അവർക്കത് ശ്രീശുക മഹർഷി നൽകിയതുമില്ല. അപ്പോൾ അപ്രകാരം ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ളതാണ് ഈ ഭാഗവതാമൃതം. അങ്ങനെയുള്ള ഈ ഭാഗവത കഥാമൃതം ശ്രവിച്ചതുകൊണ്ട് തന്നെ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടിയത് കണ്ടപ്പോൾ സാക്ഷാൽ ബ്രഹ്മാവ് പോലും ഒന്ന് അമ്പരന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ബ്രഹ്മാവ് എന്താണ് ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സത്യലോകത്തുള്ള എല്ലാ മോക്ഷസാധനങ്ങളായിട്ടുള്ള എല്ലാ 6 ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ അവയുടെ അംഗങ്ങളും എല്ലാം കൂടി ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തെ മറ്റേ തട്ടിലും വെച്ചിട്ട് ഒന്ന് തൂക്കി നോക്കിയത്രേ. പക്ഷേ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മുൻപിൽ ഈ 6 ശാസ്ത്രങ്ങളും ശാസ്ത്രാംഗങ്ങളും എല്ലാം തന്നെയും വളരെ ലഘുവായി, ഭാരമില്ലാത്തതായി, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തിൻ്റെ ഭാരം കുറഞ്ഞിരുന്നതായി ബ്രഹ്മാവും മറ്റുള്ള ശിഷ്യഗണങ്ങളായിട്ടുള്ള മുനിമാരും കണ്ടിട്ട് അവർ പോലും അത്ഭുതസ്തബ്ധരായി അത്രേ. കാരണം ഈ ഭാഗവതത്തിനോട് തുലനം ചെയ്യാൻ മറ്റൊന്നില്ലാതാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗവതം എന്ന് പറയുന്ന, അതും ശ്രീ വ്യാസഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്, ഇതം ഭാഗവതം ശാസ്ത്രം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഇത് ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ രൂപമാണ്. അതായത് ഈ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപം തന്നെയാണ്. ഇത് ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ പഠിക്കുന്നുവോ അവർക്കൊക്കെ വൈകുണ്ഠമണയാം. അത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എന്നുകൂടി അവിടെ ശ്രീ വ്യാസഭഗവാൻ പറഞ്ഞു വെക്കുന്നു. ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തെ നമുക്കറിയാം, ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹത്തിലൂടെ പാരായണം കൊണ്ടും കഥാകഥനം കൊണ്ടും അതിൻ്റെ മഹത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സപ്താഹ ശ്രവണം കൊണ്ട് മുക്തി കൈവരുമെന്നുള്ള കാര്യം പണ്ട് സനകാദി മഹർഷിമാർ ശ്രീ നാരദ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും ഈ ഒരു ഭാഗവത കഥാമൃതം അല്ലെങ്കിൽ ഭാഗവത തത്വസാരത്തെ ഗ്രഹിച്ചത് ശ്രീ നാരദ മഹർഷിക്ക് ലഭിച്ചത് തൻ്റെ പിതാവായ സാക്ഷാൽ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ്. എന്നാൽ സനകാദി മഹർഷിമാരാണ് ഈ ഒരു സപ്താഹവിധി, എങ്ങനെയാണ് ഇതൊരു 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് കഥാകഥനം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കേണ്ടത്, അതിനുള്ള വിധികൾ എന്തൊക്കെയാണ് എന്ന് ശ്രീ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കേട്ടപ്പോൾ ശ്രീ ശൗനക മഹർഷി വീണ്ടും ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരിടത്തും തങ്ങാതെ എപ്പോഴും ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ചുകൊണ്ട് അവരുടെ ദോഷമൊക്കെ തീർത്ത് അനുഗ്രഹിക്കുന്ന ശ്രീ നാരദ മഹർഷി
എങ്ങനെയാണ് ഈ സനൽകുമാരാദി മുനിമാരെ, കാരണം ഇവിടെ സപ്താഹശ്രവണത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തത് സനൽകുമാരാദി മഹർഷിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ആ മുനിമാരെ കണ്ടതും, അതുപോലെ തന്നെ ഈ ഒരു 7 നാൾ ഈ കഥകൾ എങ്ങനെയാണ്, ഈ ഒരു ഭാഗവത കഥാമൃതം എങ്ങനെയാണ് ശ്രവിക്കാനിടയായത് ശ്രീ നാരദ മഹർഷി? ശ്രീ നാരദ മഹർഷിയെ പോലെയുള്ളവരൊക്കെ സദാ ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാൽ ആ സ്ഥലത്തിനോടോ ആ വ്യക്തികളോടോ ആ സാഹചര്യങ്ങളോടോ ഒക്കെ തോന്നാവുന്ന ഒരു മമത, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകാവുന്ന ഒരു ആ മമതാബന്ധത്തിൽ നിന്നുണ്ടാകാവുന്ന ഒരു ദുഃഖം അല്ലെങ്കിൽ സുഖം, ഇതൊന്നുമില്ലാതെ നിസ്സംഗനായി, സംഘമില്ലാതെ നിസ്സംഗനായി നടക്കുന്നത് കൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ ശ്രീ നാരദ മഹർഷിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ 7 നാൾ ഈ കഥാമൃതം ശ്രവിക്കാൻ ശ്രീ നാരദ മഹർഷിക്കായത്? അപ്പോൾ ശ്രീ ശൗനക മഹർഷിയുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ സൂതൻ പറയുകയാണ്, ഈ കഥ ഞാൻ ഒരു ഏകാന്ത ഭക്തനാണ് എന്നോർത്തിട്ട് ശ്രീശുക മഹർഷി തന്നെയാണ് എന്നോട് ഈ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള കഥ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഞാനിപ്പോൾ, അല്ലയോ ശ്രീ ശൗനക മഹർഷി, അങ്ങയോട് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം സത്സംഗാർത്ഥമായിക്കൊണ്ട് ബദരി ആശ്രമത്തിൽ ഈ സനൽകുമാരാദി മഹർഷിമാർ വന്നു ചേർന്നു. അവിടെ വെച്ചാണ് അവർ ശ്രീ നാരദ മഹർഷിയെ കാണുന്നത്. അപ്പോൾ ഈ ശ്രീ നാരദ മഹർഷി കണ്ടപ്പോൾ ഈ സനൽകുമാരാദി മഹർഷിമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹർഷിയെ, ശ്രീ നാരദ മഹർഷിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങയുടെ മുഖത്ത്, കാരണം ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾ എപ്പോഴും നിസ്സംഗനായതുകൊണ്ട് തന്നെ സുഖമോ ദുഃഖമോ സന്തോഷമോ സന്താപമോ ബാധിക്കാത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ മുഖം എന്താണ് ഇപ്പോൾ ഇങ്ങനെ വാടിയിരിക്കുന്നത്? തന്നെയല്ല, അങ്ങ് ഭയങ്കര ചിന്താകുലനായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെന്താണ് കാരണം? അങ്ങിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങയുടെ മുഖം കണ്ടിട്ട് ധനം നഷ്ടപ്പെട്ട ഒരാൾ എപ്രകാരമാണോ ശൂന്യചിത്തനായിരിക്കുന്നത്, അതുപോലെയാണ് അങ്ങയുടെ മുഖം ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതിനൊക്കെ എന്താണ് കാരണം? നിസ്സംഗനായിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയ്ക്ക് ഈ ഭാവങ്ങളൊന്നും തീരെയും ഉചിതവുമല്ല. അപ്പോൾ പിന്നെ എന്താണ് കാരണം അങ്ങിങ്ങനെ വിഷാദനായിരിക്കാൻ? ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി പറയുകയാണ് എന്താണ് തൻ്റെ ദുഃഖത്തിനുള്ള കാരണമെന്ന്. ഇവിടെ പറയുകയാണ്, അല്ലയോ മഹർഷിമാരെ, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്, എല്ലാ തരത്തിലും സർവോത്തമമാണ് ഈ പൃഥ്വി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നാൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട്, ഭൂമിയിൽ ചെന്നിട്ട് പുഷ്കരം, പ്രയാഗതീർത്ഥം, അതേപോലെ ശ്രീകാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, അതേപോലെ തന്നെ ശ്രീരംഗം, സേതുബന്ധനം തുടങ്ങിയ പലതരത്തിലുള്ള തീർത്ഥദേശങ്ങളിലൂടെ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. പക്ഷെ അവിടെ എങ്ങും എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നതായിട്ടുള്ള ഒരു സുഖം അല്പം പോലും ഒരിടത്തും എനിക്ക് കാണാൻ കഴിഞ്ഞതുമില്ല. അവിടെ ഈ ഭൂമിയിലാകട്ടെ അധർമ്മത്തിൻ്റെ മിത്രമായിട്ടുള്ള കലി വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ആ കലിയുടെ പ്രഭാവം കൊണ്ട് ഭൂമിയിലുണ്ടായ മാറ്റമാണ് പിന്നീട് ശ്രീ നാരദ മഹർഷി പറയുന്നത്. ഈ ഭൂമിയിൽ ഇപ്പോൾ സത്യവും തപവും ശൗചവും ദയയും ദാനവും ഒന്നും എങ്ങും കാണാനില്ല. അതുപോലെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദരനിമിത്തം പലതരത്തിലുള്ള നുണകൾ പറയുന്നുണ്ട് നിസ്സാരരായ ജീവികൾ പോലും. അതുപോലെ തന്നെ ഈ മന്ദന്മാർ, മൂഢാത്മാക്കൾ, ഭാഗ്യം കെട്ടവർ, ദുഃഖിതർ, സത്തുക്കൾ, പാഷണ്ഡന്മാർ, വിരക്തർ, വിവാഹിതർ,
ഇവരെയെല്ലാം നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയും. ഗൃഹങ്ങളിലാകട്ടെ സ്ത്രീകളാണ് ഭരണം. നായക സ്ഥാനത്ത്, നേതൃസ്ഥാനത്ത് സ്ത്രീകളാണ്. മറ്റുള്ളവരെ ഹിംസിക്കുന്നവരാണ് ഉപദേഷ്ടകരായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിലാണെങ്കിൽ കലഹങ്ങൾ കൂടി വരുന്നു, കന്യയെ വിൽക്കുന്നു, അതിനും മടിക്കാത്ത ലോഭികൾ ഇവിടെയൊക്കെ അങ്ങനെ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നദീതീർത്ഥാശ്രമങ്ങളെയൊക്കെ ദുർവൃത്തർ വന്ന് കയ്യാളിയിരിക്കുകയാണ്. ദുഷ്ടന്മാരൊക്കെ ഈ ദേവാലയങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അതുപോലെ ജ്ഞാനിയും സിദ്ധനും യോഗിയും സദാചാരിയുമായിട്ടുള്ള ആളുകളെ ഇന്ന് ഭൂമിയിൽ എങ്ങും തന്നെയും കാണുന്നില്ല. ഈ ഒരു കലിയാകുന്ന കാട്ടുതീയില സദാചാരമൊക്കെ വെന്ത് ചാമ്പലായി പോയ പോലെയുണ്ട്. ഈ കലികാലത്ത് ഈ ഭൂമിയിൽ തെരുവിലൊക്കെ അന്നം വിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഭൂസുരൻ വേദം പോലും വിൽക്കുന്നു. സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തെ വിൽക്കുന്നു. അങ്ങനെ ഈ കലിദോഷങ്ങളുടെ വിവിധ മുഖങ്ങൾ കണ്ട് ഞാൻ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ശ്രീ നാരദ മഹർഷി പറയുകയാണ്, അങ്ങനെ സഞ്ചരിച്ച് ഞാൻ ചെന്നെത്തിയതാകട്ടെ ഹരിയുടെ ലീലാസ്ഥാനമായിട്ടുള്ള യമുനാതടത്തിലാണ്. അല്ലയോ മുനിമാരെ, ശ്രീ സനകാദി മുനിമാരോട് പറയുക, അല്ലയോ മുനിമാരെ നിങ്ങൾ കേൾക്കുക. എന്താ ഇനി ഞാൻ പറയാൻ പോകുന്ന, അവിടെയാണ് ഞാൻ ഏറ്റവും അത്യാശ്ചര്യകരമായിട്ടുള്ള ഒരു സംഭവം കണ്ടത്. അവിടെ ഞാൻ ആ വൃന്ദാവനത്തിലെത്തിയപ്പോൾ, ആ യമുനാതടത്തിലെത്തിയപ്പോഴാകട്ടെ അവിടെ ശ്വാസം മാത്രം ഉണ്ട്. അങ്ങനെയുള്ള 2 വൃദ്ധന്മാരവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അവരുടെ അടുത്തായി, അവരുടെ നടുവിലായിക്കൊണ്ട് ഒരു സ്ത്രീയ കരഞ്ഞും കൊണ്ടും ഇരിക്കുന്നു. അവളെ ഇങ്ങനെ വീശി വീശി ആശ്വസിപ്പിക്കുന്ന കുറച്ചധികം മറ്റ് സ്ത്രീകളെയും കാണാം അവൾക്ക് ചുറ്റിനും. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് വിശേഷം, ഇവിടെ എന്താ ഇപ്പോൾ എന്നറിയാനായിട്ട് ഞാൻ ആ ദീനയായ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു. എന്നെ കണ്ടതും ആ സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങ് ഒരു നിമിഷം ഒന്ന് നിന്നാലും, കാരണം അങ്ങേക്കേ കഴിയൂ എൻ്റെ ഈ ദുഃഖത്തെ തീർത്തു തരാനായിട്ട്. അങ്ങയെ ആകട്ടെ, കാരണം ഈ ശ്രീ നാരദ മഹർഷിയെ നന്നായി അറിയുന്ന സ്ത്രീയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അങ്ങയെ ഇങ്ങനെ കാണുന്നത് തന്നെ ഈ ലോകത്തിൻ്റെ പാപങ്ങളൊക്കെ തീർന്നു പോകും. അങ്ങയുടെ നല്ലൊരു ഉപദേശം കിട്ടിയാൽ സർവ്വ ദുഃഖവും ഇല്ലാതെയാകും. തന്നെയല്ല, അങ്ങയെപ്പോലെയുള്ള പുണ്യാത്മാക്കളുടെ ദർശനം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം കടാക്ഷിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ശ്രീ നാരദ മഹർഷി തിരിഞ്ഞു നിന്ന് ചോദിച്ചു. കാരണം ശ്രീ നാരദ മഹർഷിക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണ് ഈ സ്ത്രീ എന്ന്. ഈ സ്ത്രീക്ക് മനസ്സിലായി ശ്രീ നാരദ മഹർഷിയെ. അതുകൊണ്ട് ശ്രീ നാരദ മഹർഷി തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നീ ആരാണ്? ഈ ചുറ്റിനും നിന്ന് വീശിക്കൊണ്ടിരിക്കുന്ന ഈ പത്മലോചനമാരായിട്ടുള്ള ഈ നാരിമാരൊക്കെ ആരാണ്? എന്താണ് ദേവി അവിടുത്തെ പ്രശ്നം? അവിടുത്തെ ഈ ദുഃഖഹേതു എന്താണെന്ന് അവിടുന്ന് വിശദമായി ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ പറയുകയാണ്, ഞാൻ ഭക്തി എന്ന കീർത്തി കേട്ടവളാണ്. ഇത് രണ്ടും, ഈ വീണ് കിടക്കുന്നത് രണ്ടും എൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരാണ്. ഇവരിങ്ങനെ വീണ് കിടക്കാൻ കാരണം ഈ കാലത്തിൻ്റെ ഒരു വൈഭവം കൊണ്ട് ഇവരുടെ ഉടലാകെ ജീർണിച്ചു. തന്നെയല്ല, ഈ ഉടൽ ജീർണിച്ചു കിടക്കുന്ന എൻ്റെ ഈ പുത്രന്മാരുടെ പേരുകളാകട്ടെ ജ്ഞാനവും വൈരാഗ്യവുമാണ്.
എൻ്റെ ഈ ചുറ്റിനും നിന്ന് എന്നെ വീശി എന്നെ സാന്ത്വനിപ്പിച്ച് സഹായിക്കാൻ വന്നിരിക്കുന്നത് ഗംഗ മുതലായ പുണ്യനദികളാണ്. ഈ ദേവന്മാരാൽ പോലും സേവിക്കപ്പെടുന്നവളാണ് ഞാനെങ്കിലും അല്ലയോ മഹർഷി, എനിക്ക് തീരെയും മനസ്സിനൊരു സുഖമില്ല. അതുകൊണ്ടല്ലയോ മഹർഷി, അങ്ങ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന എൻ്റെ കഥകൾ അങ്ങയൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങയുടെ ആ തിരുമൊഴികൾ കൊണ്ട് എനിക്ക് സുഖത്തെ നൽകണമേ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ കഥയാണ്. അത് ഒരല്പം വിസ്തരിച്ച് പറയാനുണ്ട്. എൻ്റെ പേര് ഭക്തി എന്നാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അങ്ങയോട്. ഞാൻ ദ്രാവിഡത്തിലാണ് ജനിച്ചത്. അവിടെ നിന്ന് കർണാടകത്തിൽ വളർന്നു. മഹാരാഷ്ട്രയിലും കുറച്ച് നാൾ ഞാൻ വസിച്ചു. അതിനുശേഷം ഗുർജരത്തിലെത്തിയപ്പോൾ, അതായത് ഇന്നത്തെ ഗുജറാത്തിലെത്തിയപ്പോൾ ഞാൻ ആകെ ജീർണയായി തീർന്നു. എനിക്ക് ക്ഷയം സംഭവിച്ചു തുടങ്ങി. അങ്ങനെ കലിബാധിതരായിട്ടുള്ള പാഷണ്ഡരൊക്കെ എന്നെ മുറിപ്പെടുത്തി തുടങ്ങി. ആ ഗുർജരത്തിൽ ഈ ക്ഷീണിതരായ പുത്രരോടൊത്ത് ഞാൻ ദുർബലയായി തന്നെ ഞാൻ കുറേ നാൾ അവിടെ വസിക്കുകയും ചെയ്തു. അതിനുശേഷം വൃന്ദാവനത്തിലെത്തിയപ്പോൾ, അതായത് ഇപ്പോൾ കിടക്കുന്ന ഈ ഗംഗാതീരത്തുള്ള വൃന്ദാവനത്തിലെത്തിയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ യൗവനം തിരിച്ചു കിട്ടി. ഞാൻ അങ്ങനെ സൗഭാഗ്യവതിയായി തീർന്നു. പക്ഷെ എൻ്റെ ഈ 2 പുത്രന്മാരിപ്പോഴും ക്ഷീണാവസ്ഥയിലാണ്. അവരിവിടെ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ദേശം വിട്ടിട്ട് എനിക്ക് അന്യദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പോകാനും കഴിയുന്നില്ല എൻ്റെ പുത്രന്മാരെ ഉപേക്ഷിച്ച്. എൻ്റെ ഈ പുത്രന്മാരുടെ ക്ലേശ ദൗർബല്യങ്ങൾ ഓർത്ത് ഞാൻ അതീവ ദുഃഖിതയാണ്. കാരണം അമ്മയായ ഞാൻ താരുണ്യവതിയായും മക്കൾ 2 പേരും വൃദ്ധരായും കഴിയുന്നു. ഇത് എന്താണ് ഇങ്ങനെ? ഇത് ഒട്ടും ഉചിതമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ യുക്തമല്ലാത്ത ഒരു സംഭവം കൊണ്ടാണ് എനിക്ക് ഇത്രയേറെ മനസ്സിനൊരു ദുഃഖം തോന്നുന്നത്. ഈ അത്ഭുതം കണ്ടറിഞ്ഞ് സത്യം പറഞ്ഞ ഞാൻ വല്ലാതെ വേദനിക്കുകയാണ്. അതുകൊണ്ടല്ലയോ മഹർഷി ശ്രേഷ്ഠ, അങ്ങ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ ഒരു അത്ഭുതം സംഭവിച്ചതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ആ സമയത്ത് ശ്രീ നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ ഭക്തി എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ നാരദ മഹർഷിക്ക് മനസ്സിലായി ഇത് വെറും ഒരു സ്ത്രീയല്ല, സ്ത്രീരത്നം തന്നെയാണ്. ഭക്തി ദേവിയെ അപ്പോൾ വിളിച്ചത് തന്നെ അനഘേ എന്നാണ്. അതിന് നാശമില്ല ഭക്തിക്ക് ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ വിളിച്ചു, അല്ലയോ അനഘേ, ഞാൻ ഈ നടന്ന അത്ഭുതങ്ങളുടെ ഒക്കെ പൊരുൾ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ദേവി വിഷമിക്കേണ്ട. ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ എല്ലാ ശുഭത്തെയും നൽകും, എല്ലാ മംഗളങ്ങളെയും ദേവിക്ക് നൽകും. എന്നിട്ട് സൂതൻ വീണ്ടും ഇവിടെ കഥ പറയുകയാണ് ശ്രീ ശൗനക മഹർഷിയോട്. ശ്രീ നാരദ മഹർഷി ഇവിടെ ഒരു നിമിഷം ഒന്ന് ധ്യാനനിരതനായി നിന്നിട്ട് വീണ്ടും ആ ഭക്തിദേവിയോട് പറയുകയാണ്, അല്ലയോ ഭക്തിദേവി, ഇവിടെ ഈ ഭയങ്കരമായ കലികാലം ഭൂമിയെ ഗ്രസിച്ചിരിക്കുകയാണ്. ഇവിടെ യോഗമാർഗം, സദാചാരം, തപസ് ഇവിടെ എല്ലാം നഷ്ടമായിരിക്കുകയാണ്. ഇവിടുത്തെ മനുഷ്യരെല്ലാം ശഠരും ദുഷ്ടരും അതുപോലെ തന്നെ ആസുരിക സ്വഭാവമുള്ളവരുമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ സജ്ജനങ്ങളൊക്കെ ദുഃഖിക്കുകയും ദുർജനങ്ങളൊക്കെ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഏതൊരു ഘട്ടത്തിലും പതറാത്തവൻ ആരാണോ, തൻ്റെ
കായബലം കൊണ്ടോ അല്ലെങ്കിൽ പദവിയുടെയോ സാമ്പത്തികമായ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെയോ ഒക്കെ ബലം കൊണ്ട് പതറാതെ നിൽക്കുന്നവൻ ആരാണോ അവനാണിവിടെ ധീരനും പണ്ഡിതനും. അതുകൊണ്ട് തന്നെ അല്ലയോ ഭക്തിദേവി, കാണാനും തൊടാനുമൊക്കെ അറയ്ക്കുന്നതായി ഈ ഭൂമി തന്നെ ഭാരമായി തീരുകയാണ് ആ ആദിശേഷന്. ഒരിടത്തും ഇവിടെ മംഗളം കാണുന്നേയില്ല. അല്ലയോ ദേവി, അവിടുത്തെയും അവിടുത്തെ പുത്രരെയും ഇവിടെ ആരും ആദരിക്കുന്നതേയില്ല. ഇവിടെ ഈ ഭോഗലംബടന്മാരാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അല്ലയോ ഭക്തിദേവി അവിടുന്ന് ജീർണതയെ പ്രാപിച്ചിരിക്കുന്നത്, തന്നെയല്ല അവിടുത്തെ സന്തതികളും. എങ്കിലും ഈ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലയാടിയ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അവിടുന്ന് താരുണ്യവതിയായി. കാരണം ഇവിടെ ഭക്തി ഇപ്പോഴും ആ ഗംഗാനദിയുടെ യമുനാ നദിയുടെ തീരത്തിൽ ഭഗവാൻ എത്ര ലീലകളാണ് ആടിയിരിക്കുന്നത്. അപ്പോൾ ആ പുണ്യഭൂമിയിൽ ആ മണ്ണിലെത്തിയപ്പോൾ അവിടെ ഭക്തിദേവിയെ അല്ലെങ്കിൽ ഭക്തി നൃത്തം വയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ട് അല്ലയോ ദേവി, അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ ദേവി യുവതിയായി മാറിയിരിക്കുന്നു. പക്ഷേ ഇന്ന് കാലം കലിയുഗമായതുകൊണ്ട് തന്നെ ജ്ഞാനവും വൈരാഗ്യവും ആർക്കും വേണ്ടാതെയായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ജരയെ പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെ ജരയെ പ്രാപിച്ചപ്പോഴും അവർ തങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ചിതാത്മസൗഖ്യത്തിൽ അവർ ഉറങ്ങുകയാണ് ദേവി. ഇങ്ങനെ ശ്രീ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭക്തിദേവി പറയുകയാണ്. അപ്പോഴും വീണ്ടും ഭക്തിദേവിക്ക് സംശയം. കാരണം പരീക്ഷിത്ത് മഹാരാജാവ് ഭരിച്ച ഈ മണ്ണ് അതെങ്ങനെയാണ് അധർമ്മത്തിന് വിളഭൂമിയാകുന്നത്? എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഈ കലിയെ ഇവിടെ ബാക്കിയാക്കിയത്, അല്ലെങ്കിൽ ഇവിടെ വസിക്കാൻ ഒരു ഇടം കൊടുത്തത്? എന്തുകൊണ്ടാണ് ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ ഈ അധർമ്മത്തെ ഒന്നും കണ്ടിട്ട് ചെറുക്കാതെ നിൽക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ഭക്തിദേവിയുടെ ഉള്ളിലുദിച്ച സംശയങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്നപ്പോൾ ശ്രീ നാരദ മഹർഷി അതിന് പറയുകയാണ്, അല്ലയോ ദേവി, അവിടുന്ന് സ്നേഹപൂർവ്വമാണ് എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കേട്ടുകൊള്ളുക, ഞാൻ ഇതിനൊക്കെ മറുപടി ഉത്തരം പറഞ്ഞു തരാം. അവിടുത്തെ എല്ലാ ദുഃഖവും മാറും. ആ ശ്രീഹരി ഭഗവാൻ എന്നാണോ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചത്, അന്ന് ഈ ശ്രേയസ്സെല്ലാം നശിപ്പിക്കുന്ന കലി ഇവിടെ വന്നെത്തി. ഇവിടെ ആ ഒരു ദിഗ്വിജയത്തിൽ തൻ്റെ കാൽക്കൽ വന്ന് അഭയം പ്രാപിച്ചവനാണ് കലി. അതുകൊണ്ട് തന്നെ കാൽ പിടിച്ചവനെ വധിക്കുവാൻ ഒരു രാജാവിന് ഒരല്പം ആശങ്ക തോന്നും. അങ്ങനെ തൻ്റെ കാൽക്കൽ വീണ കലിയെ ആ പരീക്ഷിത്ത് മഹാരാജാവ് ചിന്തിക്കുകയാണ്, ഇവനെ ഈ കലി വധ്യനല്ല, വധിക്കപ്പെടേണ്ടവനല്ല, മറിച്ച് വണ്ടിനെ പോലെ സാരഭുക്കാണ്. മറ്റുള്ള 3 യുഗങ്ങളിലും തപോയോഗ സമാധിയാൽ സിദ്ധിക്കുന്ന ഫലമൊക്കെ തന്നെയും ഈ ഒരു കലിയുഗത്തിൽ ഹരിനാമകീർത്തനത്താൽ നമുക്ക് ഓരോ നരനും ലഭിക്കും. അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമായ ഈ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് സാരജ്ഞനായിട്ടുള്ള ആ പരീക്ഷിത്ത് മഹാരാജാവ് ഈ കലിയെ കൊല്ലാതെ വിട്ടത്. ഈ കലിയുഗത്തിൽ ദുഷ്ടകർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് തന്നെ എല്ലാ നന്മയും നഷ്ടമായിരിക്കുകയാണ്. ഈ ഭൂമിയിൽ
സർവവും അരി നഷ്ടപ്പെട്ട ഉമിയെപ്പോലെ ആയി തീർന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം ഒട്ടും തന്നെ ഇല്ലാതെ ആയിരിക്കുന്നു. ഇവിടെ തുച്ഛ ലാഭത്തിനായിക്കൊണ്ട് വീടുതോറും ദ്വിജന്മാരൊക്കെ ഭാഗവതം വായിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ കഥാസാരബോധമാണെങ്കിൽ അതുകൊണ്ട് തന്നെ തീരെയും നശിച്ചു പോയി. എന്തിനാണ് ഭാഗവതം വായിക്കുന്നത്, അതിൻ്റെ സാരം എന്താണ് എന്ന ഒരു ജനതയെ ഉയർത്തേണ്ട സാക്ഷാൽ ഭഗവത് തത്വത്തെ അറിയിച്ചു കൊടുത്ത് അവരെ ആ ഭഗവാന്റെ മാർഗത്തിലേക്ക് നയിക്കേണ്ട ഗുരുക്കന്മാരാണ് ബ്രാഹ്മണർ, വേദജ്ഞരായിട്ടുള്ള ഭാഗവത തത്വം ഗ്രഹിച്ചിട്ടുള്ള ബ്രാഹ്മണർ. പക്ഷെ അവർ പോലും അത് നിസ്സാരമായ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ രൗരവമായിട്ടുള്ള നരകത്തിൽ നിന്നും വന്നിട്ടുള്ള നാസ്തികരായിട്ടുള്ള ഖലർ ഈ തീർത്ഥസ്ഥരായതുകൊണ്ട് തന്നെ അവരെല്ലാ തീർത്ഥസാരവും അവർ നഷ്ടമാക്കിയിരിക്കുകയാണ്. പിന്നാണെങ്കിൽ ഈ കാമം, ക്രോധം, തൃഷ്ണ, ലോഭം തുടങ്ങിയ ഈ മനസ്സിനെ മഥിക്കുന്ന എല്ലാ വികാരങ്ങളിലും അടിപ്പെട്ടിരിക്കുന്നവർ തപസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ തപസ്സിൻ്റെയും സത്തയെല്ലാം നഷ്ടമായി. പിന്നെ മനസ്സിനെ ജയിക്കാത്ത ദംഭലോഭികളായിട്ടുള്ള നാസ്തികർ ശാസ്ത്രം പഠിക്കാഞ്ഞിട്ട് ഈ ധ്യാനയോഗവും അതുകൊണ്ട് തന്നെ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഇതൊക്കെ പഠിച്ചവരാകട്ടെ അവരും മൃഗങ്ങളെപ്പോലെ സഭാര്യമാരായിട്ട് രമിക്കുകയാണ്. അവരുടെ താല്പര്യമാകട്ടെ പുത്രോൽപത്തിയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ മുക്തി എന്ന പദത്തിലേക്ക് എത്താൻ അവരും അശക്തരായി തീർന്നിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഇന്ന് കലി കാരണം പരമ്പരാഗതമായിട്ടുള്ള വിഷ്ണുധർമ്മം ഒരിടത്തുമില്ല. ഇങ്ങനെ വസ്തുധർമ്മമെല്ലാം നഷ്ടമായതുകൊണ്ട്, അല്ലയോ ദേവി, അവിടെ നിന്ന് അറിയുക, ഇത് യുഗധർമ്മമാണ്, കലിയുഗത്തിൻ്റെ ധർമ്മമാണിത്. ഇതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഭക്തിദേവി ചോദിച്ചില്ലേ, എങ്ങനെയാണ് ആ ശ്രീഹരി ഭഗവാൻ ഈ അധർമ്മങ്ങളെയൊക്കെ കണ്ടിട്ട് ചെറുക്കാതെ ഇരിക്കുന്നത്? ഇവിടെ ഇതെല്ലാം കണ്ടിട്ടും അതുകൊണ്ട് തന്നെ ഇത് യുഗധർമ്മമായതുകൊണ്ട് തന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം പൊറുക്കുന്നു. ഇങ്ങനെ ഈ ശ്രീ നാരദ മഹർഷിയുടെയും ഭക്തിദേവിയുടെയും ഈ സംവാദങ്ങൾ മുഴുവൻ സൂതൻ ഇരുന്നിട്ട് ശൗനക മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ശ്രീ നാരദ മഹർഷി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഭക്തിദേവി പറയുകയാണ്, അല്ലയോ ദേവർഷേ, എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത്. കാരണം ഈ വൃന്ദാവനത്തിൽ ഞാൻ എത്തിയത് കൊണ്ടാണ് അങ്ങയെ എനിക്ക് ദർശിക്കാനായത്. അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കാൻ കാരണം, പണ്ട് ഈ മായയെ വെല്ലാൻ വേണ്ടി ഏറ്റവും മഹത്തരമായ വാക്കുകൾ കൊണ്ട് പ്രഹ്ലാദനെ ഉപദേശിച്ചരുളി ചെയ്തത് ആരാണോ, അതേപോലെ ആ ധ്രുവപദം അണയുവാൻ വേണ്ടി ഉത്താനപാദപുത്രനായിട്ടുള്ള ധ്രുവന് ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം കനിഞ്ഞു നൽകിയത് ആരാണോ, ആ ശ്രീ നാരദ മഹർഷിയുടെ തന്നെ തിരുവായ് മൊഴികൾ എനിക്കിന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഞാൻ ഇന്ന് ഈ മണ്ണിൽ വന്നതുകൊണ്ടാണ്, ഈ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രീ നാരദ മഹർഷി, അങ്ങയുടെ ഈ തിരുവായ്മൊഴികൾ കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ്. അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ നാരദ മഹർഷിയെ നമസ്കരിക്കുന്ന ഭൂമിദേവിയെ കാണിച്ചു തന്നുകൊണ്ടാണ് ശ്രീ വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൻ്റെ 1-ാമത്തെ അധ്യായം പൂർത്തിയാക്കുന്നത്. ഈ ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കുകളും ഈ ഉള്ളവൾ ആ ഭഗവത് പാദാരവിന്ദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.